ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ മോഹൻദാസ് പാറപ്പുറത്ത്, ഡോക്ടർ എം വി നാരായണൻ, ശ്രീ എം പി സുരേന്ദ്രൻ, സ്വാഗതം പറഞ്ഞ ശ്രീമതി രാജകുമാരി വിനോദ്, ശ്രീ സൈമൺ വേലൂക്കാരൻ, മറ്റു സുഹൃത്തുക്കൾ, ഇവരോടൊപ്പം ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വളരെ സന്തോഷം. ഇതിൽ ശ്രീ എം പി സുരേന്ദ്രൻ, അദ്ദേഹവും ഞാൻ ഒരേ വർഷമാണ് മാതൃഭൂമിയിൽ ജോലി ചെയ്തത്. അദ്ദേഹം പടിപടിയായി ഉയർന്ന് ഡെപ്യൂട്ടി എഡിറ്റർ വരെയായി. ഞാൻ തുടങ്ങിയിടത്തിന് നിന്നു. അതാണ് വ്യത്യാസം. അതിൻ്റെ കാരണം സുരേന്ദ്രൻ ഒരു സാധാരണ പത്രപ്രവർത്തകനല്ല എന്നതാണ്. പത്രപ്രവർത്തന ജേർണലിസ്റ്റിനെ കുറിച്ചൊരു തിയറി, എ ജേർണലിസ്റ്റ് മസ്റ്റ് നോ സംതിങ് അബൌട്ട് എവരിതിങ്. എല്ലാ വിഷയത്തെക്കുറിച്ചും കുറച്ച് അറിയുക എന്നതാണ്. ആൻഡ് എവരിതിങ് അബൌട്ട് സംതിങ് എന്നതാണ്. ചില കാര്യങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചേർത്ത് ചില കാര്യങ്ങളെക്കുറിച്ചല്ല. ഇതാണ് ജേർണലിസ്റ്റിന്റെ ഒരു തിയറി. അതിന് നല്ലൊരു ഉദാഹരണമാണ് സുരേന്ദ്രൻ. സാധാരണ രീതിയിൽ മലയാളത്തിലെ പത്രങ്ങളിലൊക്കെയുള്ള ജേർണലിസ്റ്റുകൾ അവർ പഠിച്ച സബ്ജക്റ്റുകൾ മാത്രമേ അവർക്കറിയൂ. ശാസ്ത്രമാണെങ്കിൽ അത്, ഹിസ്റ്ററി ആണെങ്കിൽ അത്, ഇംഗ്ലീഷ് ആണെങ്കിൽ അത്, സാഹിത്യമാണെങ്കിൽ അത്, മറ്റൊരു സബ്ജക്റ്റ് അവർക്കറിയുമാണ്. സാഹിത്യം അറിയുന്ന ഒരാൾക്ക് സ്പോർട്സിനെ കുറിച്ച് അറിയില്ല. സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് സയൻസ് അറിയില്ല. സയൻസ് അറിയുന്ന ആൾക്ക് സിനിമ അറിയില്ല. ഇങ്ങനെയുള്ള പരിമിതികളുള്ള ജേർണലിസ്റ്റുകൾക്കിടയിൽ സുരേന്ദ്രൻ ഒരു സർവ്വവ്യാപിയായ ജേർണലിസ്റ്റായിരുന്നു. ഞാൻ 37 വർഷം ജോലി ചെയ്തു. സുരേന്ദ്രൻ അതിൽ കൂടുതൽ 40-42 വർഷം ജോലി ചെയ്ത ആളാണ്. അതിലൊരു സർവ്വവ്യാപിത്വം ഉള്ള ജേർണലിസ്റ്റ്, ടോട്ടൽ ജേർണലിസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം. അദ്ദേഹം ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഡോക്ടർ എം വി നാരായണൻ ഉൾപ്പെടെ 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഞങ്ങൾക്ക് ഒരുമിച്ചാണ് കിട്ടിയത്. എനിക്ക് ജീവചരിത്രത്തിനും അദ്ദേഹത്തിന് വൈജ്ഞാനിക സാഹിത്യത്തിനാണ് എൻ്റെ റോൾ, വിമർശനത്തിനാണ് കിട്ടിയതെന്ന് ഓർമ്മ. അന്ന് കോവിഡ് കാലമാണ്. മാസ്ക് വെച്ചിട്ടാണ് എല്ലാവരും ഇതിൽ പങ്കെടുത്തത്. 3-4 സ്ഥലത്തായിട്ടായിരുന്നു അവാർഡ്. അതൊരു അപൂർവ സംഭവമാണ്. തിരുവനന്തപുരത്ത് കുറച്ച് ആൾക്കാർക്ക്, കോഴിക്കോട് വെച്ച് കുറച്ച് ആൾക്കാർക്ക്, തൃശ്ശൂർ വെച്ച് കുറച്ച് ആൾക്കാർക്ക്. അതിൽ തൃശ്ശൂർ വെച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പേരുണ്ടായി. മറ്റൊന്ന് അദ്ദേഹം അറിയാത്ത ഒരു കാര്യം, ആ വർഷം അവാർഡ് കിട്ടിയ എൻ്റെ ജീവചരിത്ര VK ചരിത്രത്തിൽ ഒരു അധ്യായമായി. അത് VKനെ കുറിച്ചുള്ള വിമർശനങ്ങളും പഠനങ്ങളും ഒക്കെയാണ്. കുറേ ആളുകൾ പ്രതികൂലിച്ചു, കുറേ ആളുകൾ അതിനെ അനുകൂലിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു ചാപ്റ്റർ. അപ്പം എനിക്ക് ആ ചാപ്റ്റർ കൺക്ലൂഷനാണ്. അത് ഞാൻ തന്നെ എഴുതുന്നതിന് പകരം മറ്റൊരാൾ എഴുതിയൊരു കൺക്ലൂഷൻ അതിന് പകരമായി. അങ്ങനെ ഞാൻ അത് തിരഞ്ഞപ്പോഴാണ് ഡോക്ടർ എം വി നാരായണൻ എഴുതിയ അവസരകാലത്തിൻ്റെ പരമാർത്ഥങ്ങൾ, പുരുഷാർത്ഥങ്ങൾ എന്നൊരു ലേഖനം കണ്ടെത്തി. അതിൽ അദ്ദേഹം ഭൂമിയായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരു കൺക്ലൂഷൻ, ഒരു ഖണ്ഡിക അതിൽ ഞാൻ ചാപ്റ്ററിൽ നിന്ന് എടുത്തു. അതിൻ്റെ അനുവാദത്തോടൊന്നുമില്ല. വളരെ തൃപ്തികരമായൊരു ഖണ്ഡികയായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ആഗിരണം ചെയ്യുന്ന ഒരു ഖണ്ഡികയായിരുന്നു. അതാണ് ആ പുസ്തകത്തിൽ ഉപയോഗിച്ചത്. പിന്നെ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക്
രണ്ട് പേരുകളിട്ട് അത് ജേർണലിസ്റ്റ് അല്ലാത്ത ഉണ്ണികൃഷ്ണൻ വളരെ അർത്ഥഗർഭമായ രണ്ട് പേരുകൾ സ്റ്റോപ്രസ് എന്നുള്ളതും വാർത്തെടുക്കുന്നത് രണ്ട് ഒരു കിഡ്നിയും ഹാർട്ടും എന്നൊക്കെ പറയുന്ന ഒരു പത്രത്തിൻ്റെ ഏറ്റവും സാധായിട്ടുള്ള അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. പണ്ട് ഈ സ്റ്റോപ്രസിനെ കുറിച്ച് പറയും, പരിഹാസമായിട്ട് പറയും, ഈ സ്റ്റോപ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഈ പ്രസ് ഓഫ് ചെയ്തിട്ട് പത്ര ഓഫീസ് കൂട്ടിയിട്ട് വീട്ടിൽ പോകുന്നതിനാണോ ഈ സ്റ്റോപ്രസ് എന്ന് പറയുന്നത് എന്ന് പരിഹാസമായിട്ട് കൊണ്ട് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്റ്റോപ്രസ് എന്ന് പറയുന്നത് ഒരു അപകട സൂചനയാണ്. ഒരു പത്രം അച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തിവെച്ച് അതിൽ ചേർക്കാനുള്ള ഒരു വാർത്ത എന്നാണ് അതിൻ്റെ ആദ്യത്തെ സൂചന. അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് ഗുരുതരമായ ഒരു പിഴവ് അതിൽ നിന്ന് എടുത്തു മാറ്റുക. ഈ രണ്ടും അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ അപകടം, ഗുരുതരമായ എന്തെങ്കിലും രാജിയോ അങ്ങനെ എന്തെങ്കിലും ഗുരുതരമായ എന്തെങ്കിലും കാരണങ്ങൾ പോലെയാണ് ഈ സ്റ്റോപ്രസ് ചെയ്യുന്നത്. ഇതൊരു പത്രസ്ഥാപനത്തിൽ വളരെ അപൂർവമായി നടക്കുന്നൊരു കാര്യമാണ്. കാരണം ഇതിന് വലിയ പണച്ചെലവുള്ള കാര്യം ഈ സ്റ്റോപ്രസ് എന്ന് പറയും. അതുപോലെ അധ്വാനം, സമയം. പത്രം അച്ചടി എന്ന് പറയുന്നത് സെക്കൻഡുകളുടെ കാര്യമാണ്. ഒരു സ്റ്റോപ്രസ് വന്നാൽ മിനിമം ഒരു 15-20 മിനിറ്റ്. കാരണം ഒരു വാർത്ത 1-ാം പേജിൽ കൊടുക്കുന്നതിനാണ് സ്റ്റോപ്രസ് മിക്കവാറും പറയാം. അപ്പോൾ അവിടെയുള്ള ഒരു വാർത്ത മാറ്റണം, അവിടെ ഒരു സ്പേസ് ഉണ്ടാവണം. പിന്നെ ഈ പത്രം അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന തരം ഈ പ്ലേറ്റുകൾ, വലിയ വില പിടിപ്പുള്ള സാധനങ്ങൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഒരു പ്ലേറ്റ് പറഞ്ഞെങ്കിൽ എത്രയോ ആയിരങ്ങൾ ചെലവാണ്. പിന്നെ അതിൻ്റെ അധ്വാനം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റോപ്രസ് എന്ന് പറയുന്നത് ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാര്യമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ഇതാണ് സ്റ്റോപ്രസിന്റെ അന്നത്തെ അർത്ഥം. എന്ന അർത്ഥം വേറെ. ഇതേ പേരിൽ, ഈ സ്റ്റോപ്രസ് എന്നുള്ള പേര് സിനിമകൾ ആചരണമുണ്ട്. വിഷയമൊക്കെ ഏതാണ്ട് ഇത് തന്നെയാണ്. പിന്നെ കുറച്ച് ഡോക്യുമെന്ററികളുണ്ട്. ഏതാണ്ട് എല്ലാ വിഷയവും അത് തന്നെയാണ്. ഇന്റർനെറ്റ് വന്നപ്പോൾ പത്രം, അച്ചടി പത്രത്തിനുണ്ടായ പതനം, അതിനെക്കുറിച്ചാണ് ഒരു ചിത്രം. ഇന്നത് പഴയ പത്രപ്രവർത്തന കാലത്തിൻ്റെ ഒരു സുവർണ മുദ്രയായിട്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. കാരണം ഇന്ന് പത്രത്തിന് പഴയ പോലുള്ള ഒരു സ്വാധീനം നല്ലൊരു പത്രത്തിന് പഴയ പോലുള്ള ഒരു പ്രചാരമോ സ്വാധീനമോ അല്ല ഇന്നത്തെ സമൂഹത്തിലുള്ളത്. അന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഒന്ന് പത്രം, മറ്റൊന്ന് റേഡിയോ. ഇന്ന് 99% ജനങ്ങൾ റേഡിയോ കേൾക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. പല പാട്ടുകൾ എന്തെങ്കിലും കേൾക്കുന്നത്. പിന്നെ പത്രങ്ങൾക്ക് മുമ്പ് ടെലിവിഷൻ ചാനലുകൾ. അതിനു മുമ്പ് ഈ നേരത്തെ മോഹൻദാസ് പറഞ്ഞ പോലുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങൾ. പത്രം നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് വാർത്ത നമ്മുടെ കയ്യിൽ എത്തുകയാണ്. അത്ര സർവസ്വതന്ത്രമായിട്ട് സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിലെ ലോകത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പം പത്രങ്ങൾ കുറച്ച് പിന്നിലായിപ്പോയ കാലഘട്ടമാണ്. ഈ സോഷ്യൽ മീഡിയയ്ക്ക് ആരോടും ഉത്തരവാദിത്വമൊന്നുമില്ല. പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പരിമിതികളും. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ സ്വാതന്ത്ര്യം പൊതുവെ പത്രങ്ങൾക്ക് ഉണ്ടാവാറില്ല. സോഷ്യൽ മീഡിയ ആണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറയാം. ഇന്നത് സംഭവിക്കുന്നുള്ളൂ. കുറെ ഊഹാപോഹങ്ങളാണ്. 1970കളിൽ വന്ന ഒരു നോവലിൽ ഈ സംഭവം പ്രവചിച്ചത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളതാണ്. ആ നോവലിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പിന്നെ അതിനറിയുന്നില്ല. അതായത് ആ നോവലിലെ കഥാപാത്രങ്ങൾ ഒരു പത്രവും അതിന്റെ പത്രാധിപരും. ആ പത്രത്തിൽ എന്നുമല്ല ഇടയ്ക്ക് ഒരു വാർത്തയുണ്ടാവും.
ആ വാർത്തയിൽ പറയും ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കും എന്ന് പറയാം. അത് സംഭവിച്ചു. അതൊരു ബാങ്ക് റോളാവാം, ഒരു വാഹനാപകടമാകാം, ഒരു മരണം, എന്തോ ഒരു വളരെ സെൻസിറ്റീവായ ഒരു കാര്യം സംഭവിക്കുന്നു പറഞ്ഞാൽ അത് സംഭവിച്ചു. അങ്ങനെ ഈ പത്രത്തിന്റെ പ്രചാരം കൊണ്ട് വർദ്ധിക്കുക. അതിലെ എഡിറ്റർ കൂടി സ്ഥലമാണ്. അച്ചടിക്കാൻ കടലാസില്ലാത്തൊരവസ്ഥ തോന്നുന്നു പത്രം. അത്രയും വലിയ പ്രചാരമാണ് പത്രത്തിലുണ്ടായി. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരു കുറ്റാന്വേഷകൻ എന്താണ് ഇതിന്റെ രഹസ്യം എന്നറിയാനായിട്ട് ഇതിനെ പിന്തുടരുകയാണ്. അങ്ങനെ വളരെ കാലത്ത് പരിശ്രമത്തിന് ശേഷം ഇയാൾ കണ്ടെത്തിയത് ഇതിന് പിന്നിൽ ഈ പത്രവും ഈ പത്രത്തിന്റെ എഡിറ്ററാണ് എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഇതിന് പിന്നിൽ ഈ ക്രൈം എല്ലാം ചെയ്യുന്നത് എന്നുള്ള ഒരു കണ്ടെത്തൽ ഈ കുറ്റാന്വേഷണം നടത്തുക. ഇന്ന് സോഷ്യൽ മീഡിയ ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് പ്രവർത്തിച്ചതന്നെ ഒരു 50 കൊല്ലമായിട്ടോ അത്രയും കാരണം കുട്ടികൾക്ക് പോകുന്ന സിനിമയാണ്. അതെ. അപ്പൊ ആ വിധമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ എന്നൊരു സ്ഥിതി. എല്ലാം മുമ്പേ പറയുകയാണ്. ഈ ഒരാൾ പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ അല്ല, ആന്റി സോഷ്യൽ മീഡിയ എന്നൊരാൾ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ ഒരു തരത്തിൽ എനിക്ക് ഇയാളോട് യോജിക്കാൻ കഴിയും. കാരണം സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ ലോകത്തിന്റെ അവസ്ഥ നമ്മൾ ചെയ്യും. പത്രങ്ങളും ചാനലുകളും നമ്മളിലേക്ക് തരുന്ന വാർത്തകൾ അവർക്ക് കിട്ടുന്നതിൻ്റെ 10-20% മാത്രം. കാരണം എല്ലാ വാർത്തകളും കൊടുക്കാൻ പറ്റില്ല. 100 പരിമിതികളാണ് ഒരു പത്രത്തിനുള്ളത്. ഒന്നാമത്തെ കാര്യം പരസ്യം. ഒരു പരസ്യ ദാതാവിനെതിരായിട്ടൊരു വാർത്ത പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല. തൃശ്ശൂര് വെച്ച് നോക്കിയതിന് എത്ര കൈയേറ്റങ്ങളാണ് അതൊക്കെ ഓരോ മുതലാളിമാർ ചെയ്യുന്നതാണ്. ആ വാർത്ത കൊടുക്കാൻ പറ്റില്ല. കൊടുത്താലുള്ള പരസ്യത്തോടെ അവസാനം. പിന്നെ രാഷ്ട്രീയക്കാരുടെ പ്രതികാരം, സർക്കുലേഷൻ. ഒരു സമുദായത്തിനെതിരായിട്ട് വാർത്ത കൊടുത്താൽ അവർ പത്രത്തിൽ ഇങ്ങനെ 100 പ്രതിബന്ധങ്ങളിലൂടെയാണ് ഈ പത്രങ്ങൾ കടന്നു പോകുന്നത്. അതുപോലെ TV ചാനലുകൾ കടന്നു പോകും. അവർക്ക് നിഷ്പക്ഷമായ പത്രം കൊണ്ട് സാധ്യമല്ല. കൊടുക്കാതിരിക്കാം. നിഷ്പക്ഷമായതെന്ന് പറഞ്ഞാൽ വാർത്ത കൊടുക്കാതിരിക്കാം. അതേ അവർക്ക് പറ്റും. ഇങ്ങനെ വരുമ്പോൾ ഈ വാർത്തകൾ എങ്ങനെ പുറകോട്ട് എത്തും? അതിന് ഒരേ ഒരു പ്രശ്നത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയ്ക്ക് പരസ്യം വേണ്ട, സർക്കുലേഷൻ വേണ്ട. രാഷ്ട്രീയ പ്രതികരണം ചിലപ്പോൾ ഉണ്ടാവും. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രതികാരം അത് കുറേ ചിലപ്പോൾ ഉണ്ടായിരുന്നു. കുറച്ച് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ സോഷ്യൽ മീഡിയ പ്രശ്നം അമിതമായ ഉത്സാഹം, അമിതമായിട്ടുള്ള ഈ ഒരു പത്രാധിപരില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. എന്തും ചെയ്യാം, എന്തും എഴുതാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് സോഷ്യൽ മീഡിയ പോകുന്നത്. അതൊന്ന് നിയന്ത്രിച്ചാൽ ഇന്ന് പത്രങ്ങളെക്കാളും അതുപോലെ ചാനലുകളെക്കാളും നമ്മൾക്ക് വാർത്ത എത്തിക്കാനും സത്യം തുറന്നു പറയാനുമുള്ള മാധ്യമം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. ഈ നേരത്തെ പറഞ്ഞ സ്റ്റോപ്പ് പ്രസിന് മുമ്പ് പത്ര ഓഫീസിൽ സംഭവിക്കുന്നൊരു കാര്യം ഇപ്പോൾ ഇല്ല. പണ്ട് എല്ലാ പത്ര ഓഫീസിലും ഇത്രയും പൊക്കമുള്ള ഒരു യന്ത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ടെലിപ്രിന്റർ എന്നാണ്. ഈ ടെലിപ്രിന്റർ ഇങ്ങനെ അടിച്ചു തരണം വാർത്തകൾ. PTI, UNI, റോയിട്ടർ എന്നൊക്കെ പറയുന്ന ഏജൻസികളുടെ വാർത്ത അടിച്ചു തരണം. UNI എന്ന് പറയുമ്പോൾ മോഹൻദാസിനൊരു ഹർഷോന്മാസം ഉണ്ടാവും. ആ വാർത്തകൾ ഇങ്ങനെ അടിച്ചെടുക്കുന്നത് ഇടയിൽ ചെറിയൊരു മണിക്കിലേക്ക് കേൾക്കാം. അത് നോക്കുമ്പോൾ അതിൽ ഫ്ലാഷ് വാർത്തയായിരിക്കും. ആ ഫ്ലാഷ് വാർത്തയാണ് ഈ സ്റ്റോപ്പ് പ്രസ് ആയിട്ട് മാറുന്ന
പിന്നീട് മാറുന്ന അവ. ഇന്ന് ഈ സ്റ്റോപ്പ് പ്രസ് ഉപയോഗിക്കുന്നത് പത്രങ്ങളിൽ നിന്ന് ഏതാണ്ട് മാറിക്കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിലാണ് ഈ സ്റ്റോപ്പ് പ്രസ് ഉപയോഗിക്കുന്നത്. അടിയന്തര ഘട്ടം, പെട്ടെന്ന് പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭം എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലാണ് ഈ സ്റ്റോപ്പ് പ്രസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പത്രങ്ങളിൽ നിന്ന് ഉണ്ടായി കഴിയും. കാരണം പത്രങ്ങൾ അങ്ങനെ പെട്ടെന്ന് അച്ചടി നിർത്തി കൊടുക്കേണ്ട സംഗതികളൊന്നുമില്ല. അതൊക്കെ ആളുകൾ അറിഞ്ഞുകഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ജീവിതത്തിലാണ് ഈ സ്റ്റോപ്പ് പ്രസ് എന്ന് പ്രയോഗിക്കുന്ന ഒരു സംഗതി. ഒരു ഫ്രൈസ് ആയിട്ട് അത് ജീവിതത്തിൽ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, പത്രത്തിന്റെ ഓരോ പേജും ഓരോ ലോകമാണ്. ഒരു പേജ് എടുക്കുമ്പോൾ അതിൽ വിദേശകാര്യം, ഒരു പേജ് എടുക്കുമ്പോൾ ശാസ്ത്രം, ഒരു പേജ് എടുക്കുമ്പോൾ സ്പോർട്സ്, അങ്ങനെ പലതരത്തിലുള്ള പേജുകളാണ്. പക്ഷെ എടുക്കുമ്പോൾ മരിച്ചവരുടെ നില, ചരമം, ഇങ്ങനെ ഓരോ പേജുകളായിട്ട് ഓരോ ലോകങ്ങളായിട്ട് വരുന്നു. അപ്പോൾ ഈ ചില പേജുകൾ പരസ്യ പേജുകളാണ്. ഈ പേജുകൾ ആരും വായിക്കില്ല, മറച്ചു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പത്രസ്ഥാപനങ്ങൾ അതിലൊരു സൂത്രം കണ്ടത്, ഈ പരസ്യ പേജുകളിൽ ഒരു കഥയോ, കഥ എന്ന് വെച്ചാൽ അനുഭവ കഥയോ, ഒരു യാത്രാ വിവരണമോ, എന്തെങ്കിലും ഒരു കൗതുക വാർത്തകളോ ഒരു ബോക്സ്, അതിലൊരാളെന്തിനെ നിയമിച്ചിരുന്നു. അപ്പൊ ഈ ബോക്സ് കാണുമ്പോൾ പേജിൽ ജസ്റ്റ് ഒന്ന് കണ്ണുടക്കി നിൽക്കുക, കൂട്ടത്തിൽ കുറച്ച് പരസ്യങ്ങളും വായിക്കാറോ എന്ന രീതി. അങ്ങനെ ഉണ്ടായ ഒരു പുലിവാലി പിടിച്ചൊരു സംഭവം ഉണ്ടായി. അതായത് അതിലെ കഥാപാത്രം ഇങ്ങനെ ഒരു ദിവസം ഒരു കൗതുക കഥയാണ് അതിൽ വന്നത്. അതിലൊരു കഥാപാത്രം നമ്മുടെ രാജു എന്ന് പറഞ്ഞൊരു നടന്നുണ്ട്, ക്യാപ്റ്റൻ രാജു എന്നൊരു നടന്നു, അദ്ദേഹമായി. അപ്പോൾ ഈ പത്രം അച്ചടിക്കുമ്പോൾ നമുക്കറിയാലോ, ഓരോ ഏരിയ വെച്ചിട്ടാണ് അച്ചടിക്കുന്നത്. ഇപ്പോൾ പഴയന്നൂർ, തിരുവല്ല, ചേലക്കര ഭാഗത്ത്, അതുപോലെ കുന്നംകുളം, പഴനി ഭാഗം, മണ്ണുത്തി, ചുവന്ന ആ ഭാഗം, ഇങ്ങനെ നിരവധി ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഈ പത്രം അച്ചടിക്കുന്നത്. കുന്നംകുളത്ത് ചാലക്കുടി ഭാഗം. അപ്പോൾ ഈ ഓരോ എഡിഷനിൽ പത്രം അച്ചടിക്കുമ്പോൾ അത് ടെമ്പോകളിൽ വന്നു കൊടുക്കണം. ഓരോ അച്ചടിയുമ്പോൾ ടെമ്പോയിൽ കയറ്റുന്നു അവർ പറയുന്നു. ആ സ്ഥലത്ത് കൊണ്ട് ഒരു 2 മണി 2:30 ആകുമ്പോഴേക്കും ഇത് ഓരോ സ്ഥലത്ത് എത്തിക്കണം. അപ്പോൾ ആ ടെമ്പോ ഇവിടെ അതിവേഗത്തിലാണ് പോകും. ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് രാത്രി 10 വണ്ടിയിൽ തൃശ്ശൂർ പോരാണ്. 50 മിനിറ്റ് കൊണ്ടാണ്, ചിലപ്പോൾ 50-55 മിനിറ്റ് കൊണ്ടാണ് തൃശ്ശൂർ പത്രം. അത്ര സ്പീഡിൽ പോകണം. അപ്പോൾ ഇത് പോകുമ്പോൾ ഓരോ സ്പോട്ടിലെ ഏജന്റുമാരെ സ്പോട്ടുകളുണ്ട്. അത് പെട്രോൾ ബങ്കാവാം, കടത്തിണ്ണകളാവാം, വീടാവാം. അവിടെ ഈ പത്രക്കെട്ട് ഇറക്കിയിടുകയാണ്. ഡ്രൈവറെ കൂടാതെ ഒരാളുകൂടി ഉണ്ടാവും, പത്രക്കെട്ട് ഇറക്കിയിടുകയാണ്. അങ്ങനെ സ്ലോ ചെയ്യൂ, നിർത്തുന്നില്ല. അങ്ങനെ ഈ വണ്ടി ടെമ്പോ അടുത്തതിലേക്ക് പോകും. ഏജന്റുമാർ വന്നിട്ട് അത് എടുത്ത് വിതരണം ചെയ്യുക. അങ്ങനെയാണ് എൻ്റെ രീതി. ഒരു ദിവസം ഈ ടെമ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഈ രാജു ഇതിൻ്റെ പിന്നിൽ കാറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് കണ്ടു. ഓരോ ദിക്കിലും ഈ കെട്ടുകളിനെ കണ്ടു. അപ്പോൾ ഒരു കെട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം നിർത്തി. ഒരു ഡ്രൈവറോട് പറഞ്ഞു, ഈ കെട്ടെടുക്കുന്ന വണ്ടിയിലാണ്. ഡ്രൈവർ അതനുസരിച്ച് വണ്ടി പിന്നെയും പോയി വേറെ സ്ഥലത്ത് കെട്ട്, ഒരു പെട്രോൾ അത് കയറ്റാൻ പറഞ്ഞു. അതും കയറ്റി ഒരു 3-4 ദിക്കിലും ഈ കെട്ടൊക്കെ ഇടുകയാണ് ഈ വണ്ടി. എന്നിട്ട് പറഞ്ഞാൽ ടെമ്പോനെ ഓവർടേക്ക് ചെയ്യാൻ പറഞ്ഞു. ഡ്രൈവർ അങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രാജു ഇറങ്ങിയിട്ട് ചോദിച്ചു, ഡ്രൈവറോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും വീട് പോയിട്ടോ? അപ്പൊ ഡ്രൈവർ ഒന്നും ഇല്ല. അല്ല, ഒന്ന് ഓർത്ത് നോക്കൂ, പലരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡ്രൈവർ ഒന്നുമില്ല എന്നാണ്. അപ്പൊ ഇയാൾ ഡ്രൈവറോട് പറഞ്ഞാൽ കേട്ടാൽ ഇത് കൊടുക്കണം. അപ്പൊ ഈ ഡ്രൈവർ 3-4 കെട്ട് വാങ്ങി പിടിച്ചുകൊണ്ടൊന്ന് ഇത് കൊടുക്കും. ഇതെവിടെ വീണാ നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് വേണം സാധനങ്ങൾ. അപ്പൊ ഈ ഡ്രൈവർ പറഞ്ഞു, സാറേ ഇത് പത്രക്കെട്ടുകളാണ്, ഞങ്ങൾ ഏജന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾക്ക് അത് ചമ്മതി മനസ്സിലായി. ഇനി എന്ത് ചെയ്യും? അതൊക്കെ അവരുടെ സ്ഥാനത്ത് നോക്കിടാൻ പോകും.
കൊടുത്ത് അതാണ് കഥ വന്നതായിട്ട് ഒരു ബോക്സ് ന്യൂസിൽ വന്നതാണ്. പിറ്റേന്ന് ഈ പത്രം അച്ചടിച്ച് വന്നപ്പോൾ ഇയാള് ബഹളം ഉണ്ടാകും. ഓഫീസിൽ കോഴിക്കോട് ഓഫീസിലാണ് വന്നത്. എഡിറ്ററെ കാണുമ്പോൾ അങ്ങനെ എഡിറ്ററെ കണ്ട് പരാതി പറയുകയാണ്. ഇങ്ങനെ ഞാൻ പത്രം എടുത്തിനെ കൊണ്ടുപോയി അതിട്ട് കൊണ്ട് പറയുന്നത് എന്നെ ആഹ്വാനിക്കുന്ന എനിക്ക് നാളെ റോസാനിക വരണ്ടോ ഞങ്ങൾക്ക് പറഞ്ഞത് വല്ലാത്ത പ്രദോഷമില്ലായി. ഒരു തരത്തിലാണ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് പറഞ്ഞത്. അപ്പൊ ഈ വാർത്ത ഇങ്ങനെയുള്ള കൗതുക വാർത്തകളാണ് അതിൽ അധികം വരുന്നത്. അപ്പോൾ ഈ വാർത്തയെ സംബന്ധിച്ച് പറയാം. അപ്പൊ ഇതൊക്കെ പത്ര ഓഫീസിൽ നടക്കുന്ന അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു വായനക്കാരനെ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ രാവിലെ പത്രം വന്ന് വീഴുന്നു, മാസം തികയുമ്പോൾ ബില്ല് കൊണ്ടിരുന്നു, നമ്മളിപ്പോഴും പൈസ കൊടുക്കുന്നു, അവിടെ ആ ബന്ധം അവസാനിച്ചു. പക്ഷെ ഇതുകൂടി ചേർന്നതാണ് ഒരു പത്രത്തിന്റെ വാർത്തയും പത്രപ്രവർത്തനവും എല്ലാം. അതാണ് സ്റ്റോപ്പ് പ്രസിനെ കുറിച്ച് അത്ര പോലെ വാർത്തയെ കുറിച്ച് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് കൂടെ നിർവചനമുണ്ട് വാർത്തയെ സംബന്ധിച്ച്. അതായത് പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല, മറിച്ച് മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ അതാണ് വാർത്ത. ഇന്നും അതാണ് പലരും ഉദാഹരിക്കുന്ന ഒരു ഭംഗിയുള്ള കാര്യം. അതായത് അസംഭവ്യമായ ഒരു കാര്യമാണ് വാർത്ത, ഒരു ആശ്ചര്യ ചിഹ്നമാണ് വാർത്ത എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് മനുഷ്യനെ പട്ടി കടിക്കുന്നത് തന്നെയാണ് വാർത്ത. കാരണം ലോകത്ത് ഇന്ന് വരെ ഒരു സ്ഥലം ഇത്രയും നൂറ്റാണ്ടുകളായി ഒരു മനുഷ്യൻ പട്ടിയെ കടിച്ചായിട്ട് ഇന്ന് വരെ ഒരു വാർത്ത വന്നില്ല. മനുഷ്യനെ പട്ടി കടിക്കുന്നത് തന്നെയാണ് വാർത്ത. അപ്പൊ അങ്ങനെ തെരുവുമായിട്ടുള്ള പ്രശ്നം CCTV നിന്ന് കാണിക്കും, കുട്ടികളെ ഓടിക്കുന്നത് കഴിയാൻ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ വാർത്ത. ഇതിന്റെ അർത്ഥം പ്രധാന വിഷയങ്ങളിൽ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒന്നും അസ്വാഭാവികമല്ലാതായിരിക്കും. എല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. 3 വയസ്സായ കുട്ടി മുതൽ 80 വയസ്സായ 90 വയസ്സായ മുത്തശ്ശി വരെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന നാട്ടിൽ അസ്വാഭാവികമായൊരു സംഗതിയില്ല. എല്ലാം സ്വാഭാവികമാണ്, എല്ലാം ലൈവാണ് എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രവേശനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം എന്ന് പറയും. ഇന്നലെ ഒരു ലൈവ്, ഇന്നലെ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു അമ്മയും മകനും കൂടി പോയി. അമ്മയും മകനും കൂടി. ഈ സ്ത്രീക്ക് ഒരു 35-40 വയസ്സ് കഷ്ടിയായിരുന്നു. ഈ മകനൊരു 18 വയസ്സായിരുന്നു. ഒരു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ഒരു പ്രായം. അപ്പോൾ ഈ അമ്മ ലൈവ് ചെയ്യാണ് സ്വന്തം മൊബൈൽ ഫോണിൽ. ആരും കണ്ടു. ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് അറിയാമോ? എൻ്റെ മകൻ ഒളിച്ചോടാൻ പോകണം. ഇവൻ കുറച്ച് നാളായിട്ട് പ്രേമിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ജംഗ്ഷനിൽ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ഓട്ടോറിക്ഷയിൽ പോയിട്ട് അവിടെ കൂട്ടിയിട്ട് പോവാണ്. ഒരമ്മ മകന്റെ ഒളിച്ചോട്ടത്തെ കുറിച്ച് പറയാം. അപ്പൊ ഈ പയ്യൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് മീശോരും മകത്തൊരു പയ്യനാണ്. ഇവരിങ്ങനെ പറയാണ്. അതിനുശേഷം ഒരു സ്ഥലത്തുകൂടി ഓട്ടോറിക്ഷ നിർത്തി. ഈ സ്ത്രീ ഇറങ്ങി. എന്നിട്ട് അവർ ലൈവ് തുടരുകയാണ്. ഞാൻ ഈ പരിസരം ഒന്ന് നോക്കട്ടെ, ഞങ്ങളെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ, നാളെ ഇതൊരു പ്രശ്നമാകരുതല്ലോ, ഞങ്ങൾ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാന്ന് പറയരുതല്ലോ, ഈ പരിസരമൊക്കെ ഞാൻ നോക്കട്ടെ, മോനായി ഇരുന്നാൽ മതി, തട്ടിക്കൊണ്ടുപോകുമ്പോൾ മോനോടെ ഇരുന്നാൽ മതി, ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഈ പെൺകുട്ടി ബാഗുമായിട്ട് ഈ ജംഗ്ഷനിൽ വരും. എന്നിട്ട് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ പയ്യനെ ഇറക്കി രണ്ടുപേരും കൊണ്ടുവരുന്ന രംഗം എടുക്കും. അതിനുശേഷം ഇവിടെ വീട്ടിലേക്ക് കൊടുക്കുക.
ഇത് എത്രത്തോളം അസ്വാഭാവികമാണ് സ്വാഭാവികമാണ്. അതുവരെ നടക്കുന്ന ഒരു ലോകമാണ് നമ്മൾ. ഇത് കേരളത്തിലാണ്. സ്വന്തം മകൻ 18 വയസ്സായ ചെക്കൻ അവന് ജോലിയില്ല, പഠിക്കുന്നതൊന്നും അറിയില്ല. അവൻ തട്ടിക്കൊണ്ടുവരാൻ മോളെ, വേറൊരു വീട്ടിലെ മോളെ തട്ടിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ പോയതാണ് ലൈവ് കണ്ടത്. അപ്പൊ അതാണ് ഇന്ന് എത്തി നിൽക്കുന്ന നമ്മുടെ വാർത്തകളുടെ താരത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥ. ഞാൻ ഏതായാലും ദീർഘിപ്പിക്കുന്ന എല്ലാവരും കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ലോകത്ത് നേരത്തെ മോഹൻദാസിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ ലോകത്ത് പത്രപ്രവർത്തനം നടത്താൻ ഏറ്റവും പ്രയാസമുള്ള ഒരു സ്ഥലം ഇന്ത്യയാണ്, പ്രത്യേകിച്ച് കേരളമാണ്. കേരളത്തിലെല്ലാം സെൻസിറ്റീവാണ്. എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. അങ്ങനെ ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ GSTയുടെ ഒരു പ്രശ്നം വന്നു. നമുക്ക് പ്രയോജനമുള്ള കാര്യമാണ്. കുറേ സാധനങ്ങൾക്ക് വില കുറയുന്നു, കുറേ സംഗതികൾക്ക് ടാക്സ് ഒഴിവാകുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഒരു വാർത്ത വരുന്നത്. ഒരു MLAയും ഒരു വനിതാ നേതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ഉടനെ GST ഒക്കെ പോയി. ആരാണ് ഈ MLA? ഈ വനിതാ നേതാവ് ആരാണ്? അതാണ് നമ്മുടെ അന്വേഷണം. നമ്മുടെ അരിക്ക് വില കുറയുണ്ടോ, വെളിച്ചെണ്ണയ്ക്ക് വില കുറയുണ്ടോ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. വനിതാ നേതാവ് ആരാണ്, MLA ആരാണെന്നുള്ളതാണ്. ആ രീതിയിലേക്കാണ് നമ്മളെ പോകുന്നത്. അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതൊരു തന്ത്രമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടായാൽ ഒരു പെണ്ണ് കേസായിട്ട് ഇടയിൽ പോയിട്ടാണ്, ബാക്കിയെല്ലാം പോയി. ഇത്രയും വലിയ GSTയുടെ ഇടയിൽ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഇടയിൽ ഒരു പെണ്ണ് കേസ് വന്നപ്പോൾ GST വേണ്ട, ഒന്നും വേണ്ട, MLA ആരാണെന്നുള്ള അറിയും. അപ്പോൾ ഇത്തരത്തിലൊരു ജനതയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമിയിലുണ്ടായ സമയം പറയാം. ഒരു 5-6 വർഷം മുമ്പാണ് kutti.com എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഈ kutti.comൽ ഒരു ഫലിതം വന്നു. അപ്പോൾ അത് ഈ കുട്ടികളുടെ വായനയൊക്കെ പ്രോത്സാഹിക്കാൻ വേണ്ടിയുള്ളൊരു സംഗതിയാണ്. അതിൽ പിറ്റേ ദിവസം വലിയ വിപ്ലവം, ഒരു സമൂഹത്തെക്കുറിച്ച് അതിൽ അശ്ലീലം പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഇവരെല്ലാം ഒരു 10-20 പേര് വന്നിട്ട് ഈ മാതൃഭൂമിയുടെ എറിഞ്ഞ് പൊളിച്ചു മാറി, തൃശ്ശൂർ മാറി. മുകളിൽ ചില്ലായിരുന്നു മുമ്പിൽ. ആ ചില്ല് മുഴുവൻ എറിഞ്ഞു പോയി. അതിനുശേഷമാണ് ഇപ്പം നെറ്റൊക്കെ ഇട്ടത്. ആ എറിഞ്ഞ ശേഷം അപ്പോൾ ഒരു ട്രെയിനിൽ പെൺകുട്ടിയാണ് ഈ പേര് കൈകാര്യം ചെയ്തത്. അവളെ പിരിച്ചുവിടണമായി. അതൊക്കെ അവർ അറിഞ്ഞു എന്നുള്ളതാണ്. ഇത് ആര് ചെയ്തു എന്നുള്ളത് പോലും, ആ സ്റ്റാഫ് ആരായിരുന്നുള്ളത് പോലും അവർ അറിഞ്ഞു എന്നുള്ളതാണ്. ആ പെൺകുട്ടി ട്രെയിനിൽ പെൺകുട്ടിയാണ്, 10-20 വയസ്സായ പെൺകുട്ടിയാണ്. അവളെ പിരിച്ചുവിടണമായി. പക്ഷെ ആ സമ്മർദ്ദത്തിന് ആദ്യമൊന്നും വഴങ്ങില്ല, പിരിച്ചുവിടേണ്ടി വന്നു. ഇന്ന് അവൾ എവിടെയാണെന്ന് പോലും അറിഞ്ഞൂടാ. അവിടെ ഫേസ്ബുക്ക് പോലും ഇല്ലെന്ന്, തൃശ്ശൂർ ജോലിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സെൻസിറ്റീവ് ലോകത്താണ് നമ്മൾ ഈ പത്രപ്രവർത്തനം, ഈ മീഡിയ പ്രവർത്തനം നടത്തുന്നത്. കഴുത്തിൽ തലയുണ്ടാവും, പിറ്റേ ദിവസം പറയാൻ പറ്റില്ല. അത്രയും ഒരു ക്രൈസിസിലൂടെയാണ് പത്രപ്രവർത്തനം കടന്നു പോകുന്നത്. കാരണം എല്ലാം നമ്മുടെ പാർട്ടിക്ക്, നമ്മുടെ മതത്തിന് അനുകൂലമായിരിക്കണം, അല്ലാത്തതിനെല്ലാം പുറത്തിക്കില്ല. അതാണ് ഇന്നത്തെ സാമൂഹ്യമായ അവസ്ഥ. അപ്പൊ അങ്ങനെ സഹിഷ്ണുതയുള്ള ഒരു സമൂഹത്തിലേക്ക്, വ്യക്തികളിലേക്ക് നമ്മൾ ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും നമസ്കാരം.